ദജില നദി ഇറാഖിൽ പോയാൽ നമ്മൾ കണ്ടല്ലോ, ആ ദജിലയുടെ ഓരത്തിരുന്ന് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് ഇങ്ങനെ പറയാ, അഷ്തഹി അൻ ആകുല സമക്കൻ മശ്വിയ, നല്ലൊരു മീൻ തിന്നാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അഹ്മദുൽ കബീർ റിഫായി ശൈഖുനദ റിഫായി ശൈഖ് ഇങ്ങനെ പറയുമ്പോ ആ പറഞ്ഞ വാക്ക് പൂർത്തിയായില്ല. ഫലം യതിമ്മ കലാമുഹു ഹത്തം തല അശ്ശത്തു സമക. ദജിലയുടെ ഓരത്തിരുന്നാണല്ലോ പറയുന്നത്. ദജില നദി ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ഓരത്തിരുന്ന് റിഫായി ശൈഖ് ഇങ്ങനെ പറഞ്ഞപ്പോ റിഫായി ശൈഖ് ഇരുന്ന ആ സ്ഥലത്തതാ മീനുകൾ നിറയുകയാണ്. തബഖാത്തുൽ ഔലിയായിൽ സംഭവം കാണാ. റിഫായി ശൈഖ് പറഞ്ഞു, ഈ മീനുകളൊക്കെ എന്നോട് സംസാരിക്കുന്നു, അന്നാകുല മിൻഹ, നിങ്ങൾ ഇന്ന ഭക്ഷിക്കണം എന്ന് ഓരോ മീനും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിർത്തി, എനിക്ക് കുറച്ച് പറയാനുണ്ട്. റിഫായി ഷേഖിന് മീൻ തിന്നാൻ പൂതിയായി. പുഴക്കരെ പോയിട്ട് മീൻ തിന്നാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടത്തോടെ മീനുകളെല്ലാം വന്നിട്ട് പറയണേ, റിഫായി ഷേഖെ എന്നെ തിന്നോളിയും, റിഫായി ഷേഖെ എന്നെ തിന്നോളി എന്ന് പറഞ്ഞിട്ട് കൂട്ടത്തോടെ വന്നിക്കാണ്. അപ്പൊ സാധാരണ ആളുകൾ എന്തെങ്കിലും തിന്നാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോടത്ത് ഇരുന്നിട്ട് അത് തിന്നാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ നടക്കലാണോ? ആണോ? അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുന്നതിന് തലേ ദിവസം അവർക്ക് ഭക്ഷണം കഴിക്കുവാനൊന്നുമില്ല. നമ്മുടെ ഉമ്മ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭക്ഷണം കഴിക്കുവാനൊന്നുമില്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പടച്ചട്ട അത് ഒരു ജൂതന്റെ കൈകളിൽ പണയം വെച്ചിട്ട് അതിന് ലഭിക്കുന്ന ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ റൊട്ടി ഭക്ഷിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഈ ലോകത്തിൻ്റെ സദ്ഗുരു, മദീനയുടെ മണവാളൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുന്നത്. എൻ്റെ നൗഷാദ് ഹസനി മൊയ്ലിയരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇങ്ങനെ റൊട്ടി നാൻ പൂതിയാകുകയാണ് എന്ന് പറയാറുന്നത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കയറി വരുമായിരുന്നില്ലേ? ഇല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുഴക്കടവിലോ കുളക്കടവിലോ, അവിടെ പുഴയും കടവൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കിണറ്റിൻ്റെ പക്കത്തോ ഒക്കെ പോയിരുന്നിട്ട് എനിക്ക് മീൻ തിന്നാൻ പൂതിയാകുകയാണേ എന്ന് പറഞ്ഞിട്ട് ഇന്ന തിന്നോളി എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് മീൻ അവിടേക്ക് വരാറുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ തിന്നാൻ പൂതിയാകുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാറുന്നത്. റസൂലുള്ളാഹിനെക്കാട്ടിലും വലിയ ഖോജ രാജാവാണോ ഈ റിഫായി എന്ന് പറഞ്ഞു നടക്കുന്ന ആള്? ആണോ? നിങ്ങൾ പറയുന്ന അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ മികച്ച ഒരാളാണോ? എന്ത് നോണയൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്? ഏതോ ഒരു പാളക്കിതാബിലുണ്ട് എന്ന് മുമ്പിലിരിക്കുന്നവരൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. കാര്യം എന്താ? അന്ധവിശ്വാസികൾക്ക് അതന്നെയല്ലേ പണി. പറയും. മീൻ പിടിക്കാൻ പറഞ്ഞു, മത്സ്യത്തെ പിടിച്ചു, ഭക്ഷിച്ചു. ഈ മീനിനെ ഞാൻ തിന്ന് മുള്ളിൽ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. മുള്ളുണ്ടല്ലോ, ആ മുള്ളുകളെ നോക്കിയിട്ട് അഹ്മദുൽ കബീർ റിഫായി ശൈഖ് അവറുകൾ പറയാണ്, മീനുകളോട് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ മുള്ളായ സാധന ഒറിജിനൽ മീനായി വന്ന് ദജിലയിലേക്ക് അത് ചാടി. വലിയ സംഭവമല്ലേ അത്? അവരാശിച്ച നേരത്ത് മീനുകൾ വരികയാണ്. അവരാശിച്ച നേരത്ത് മീനുകൾ വരികയാണ്, അതിനെ പിടിക്കുകയാണ്, അതിനെ ചുട്ട് തിന്നാണ്, അല്ലെങ്കിൽ പൊരിച്ച് തിന്നാണ്. എന്നിട്ട് നിങ്ങൾ പഴയ രൂപത്തിൽ തന്നെ ആയിക്കോളി എന്ന് പറയണം. അപ്പോൾ പഴയ രൂപത്തിൽ തന്നെ ആയിട്ട് അങ്ങോട്ട് പുഴയിലേക്ക് ചാടിയിട്ട് അങ്ങനെ നീന്തി പോകണേ, ബൈ ബൈ ടാറ്റാ എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നെയും അടുത്ത പ്രാവശ്യം മൂപ്പരിക്ക് മീൻ തിന്നാൻ പൂതിയാകുമ്പോൾ മൂപ്പരിങ്ങനെ ആഗ്രഹിക്കുമ്പോൾ ആ മീനുകളിനെ കയറി വരികയാണ്. മൂപ്പര് പിടിച്ചാണ്, തിന്നാണ്, ചുട്ടുന്നാണ്, പൊരിച്ചുന്നാണ്, കറി വെച്ചുന്നാണ്. എന്നിട്ട് ഒക്കെ തിന്നിട്ട് ആ മുള്ളിനോട് പറയണേ പൂർവ്വസ്ഥിതിയിലായിട്ട് നിങ്ങൾ ഇനി പൊയ്ക്കോളിയും എന്ന് പറയണം. അപ്പം പിന്നെയും ഒരൊറ്റ ചാട്ടാണ് പുഴയിലേക്ക്. എന്ത് നോണയൊക്കെയാണ് ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക കാര്യം. പണ്ട് വരെ എവിടെ ഏതോ ഒരു പാളക്കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, കോഴിയുടെ മുള്ളോടെ കൂവന്നേ സൊന്നാരേ കുശാതെ കൂവി പാറപ്പിച്ചു വിട്ടോവർ എന്ന് ഓവറാക്കി പാടിയ പാട്ടിൻ്റെ സമക്കിൻ്റെ രൂപം ഇവിടെ വന്നിക്കാണ്. ചിലപ്പോൾ സമക്കിൻ്റെ മുള്ളോട് അല്ലെങ്കിൽ മീനിൻ്റെ മുള്ളോട് ചാടന്ന് സൊന്നാരേ കുശാതെ ചാടേ നീ ദിപ്പോയോവർ. നമുക്ക് പ്രാസം വെക്കണില്ല, ഇപ്പം ഉണ്ടാക്കുന്ന പാട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവുമോ? ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാൻ്റെ ദീൻ ഇങ്ങനെയൊക്കെയാണോ മൗലിയരെ പറയേണ്ടത്? അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള പൊട്ടപ്പോയത്തങ്ങൾ പറഞ്ഞുകൊണ്ടാണോ ഈ പരിശുദ്ധ ദീന് പഠിപ്പിച്ചത്? ആണോ? ഇവിടെ റിഫായി എന്ന് പറഞ്ഞുകൊണ്ട് അഹ്മദുൽ കബീർ റിഫായി എന്ന് പറയുന്ന
ഈ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ബന്ധുവൊക്കെ ആയിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഈ ആള് കുറേ കറാമത്ത് കാട്ടിയിട്ടുണ്ട്. റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഇവർക്ക് കുറേ കറാമത്തുകൾ എഴുതാൻ കഴിയും. എന്നാൽ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ കുറേയൊന്നും അവർക്ക് എഴുതാം. എഴുതിയെടുത്തുള്ള തന്നെ ഇഷ്ടം പോലെയാണ്. റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്ന മലക്കുൽ മൗത്തിൻ്റെ കൊട്ട തട്ടിയിട്ട് ഉള്ള റൂഹിനെയൊക്കെ പറപ്പിച്ചു വിട്ടോർന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കശവേറും രാവിൽ നാടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ എന്നൊക്കെ പച്ച പൊള്ളി വരെ എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അനേകം ഔലിയാക്കൾ ഉണ്ടായിരുന്നു. അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. അതുപോലെ അവരടക്കമുള്ള മറ്റു 6 പേർ കൂടിയുള്ള അഷ്റത്തുൽ മുബശ്ശിരീൻ 10 പേർക്ക് സ്വർഗ്ഗാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അവരുടെ ഈമാനിൻ്റെ ശക്തി കൊണ്ട്, അവരുടെ പ്രവർത്തന മികവിൻ്റെ ഭാഗമായിക്കൊണ്ട്, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർക്ക് നൽകുന്നത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായ സുരലോക സ്വർഗമാണ്. അവർ ചെയ്ത തെറ്റുകളെല്ലാം അള്ളാഹു പൊറുത്തു കൊടുത്തിരിക്കുന്നു. അവർ ചെയ്യാനിരിക്കുന്ന തെറ്റുകളെല്ലാം അള്ളാഹു മുൻകൂട്ടി പൊറുത്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അവർക്ക് നൽകുകയാണ് അള്ളാഹുവിൻ്റെ, നാം ഒക്കെ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ അന്നം തിന്നാൻ വേണ്ടിയിട്ടും സുഖിച്ച് ജീവിക്കുവാനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അന്നത്തെ സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ശ്രമിച്ചിരുന്നത് സുരലോക സ്വർഗത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ജന്നാത്തുൻ നഈമിലേക്ക് നടന്നെടുക്കുവാനാണ്, കയറി ചെല്ലുവാനാണ്, അവിടെ ശാശ്വത ജീവിതം അവിടെ ജീവിച്ച് തീർക്കുവാനാണ്. പല ആളുകളും ഈ സ്വർഗത്തെയും സ്വർഗത്തിലെ ഊർലിങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ മോശമായിക്കൊണ്ട് ട്രോളുകൾ ഉണ്ടാക്കുമ്പോൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെയും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീഹായ ഹദീസിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്ന വെളിപ്പെടുത്തിയ സ്വർഗം, അത് ലഭിച്ച അള്ളാഹിൻ്റെ ഔലിയാക്കളായ റളിയല്ലാഹു അൻഹു വറളു അൻഹു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ സ്വഹാബത്ത് ഇതേപോലെ എനിക്ക് മീൻ തിന്നാൻ പൂതിയാകുകയാണേ, മീൻ കയറി വരൂല. കടലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടിപൊളി നെയ്മീനൊക്കെ വന്നിട്ട് എന്നാ വലിയ പാപ്പേ എന്നെ തിന്നോളിയും, എന്നാ വലിയ പാപ്പേ എന്നെ തിന്നോളിയും. സംഭവിച്ചിട്ടില്ല. അള്ളാന്റെ ഔലിയാക്കൾ അവിടെ മീനിനെ വിളിച്ചു വരുത്തല്ലേ ചെയ്തത്. അവര് സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ട്, സ്വർഗം ലഭിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. എന്ത് ഔലിയാക്കന്മാരെയാണ് നിങ്ങൾ ഈ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? എന്ത് പൊട്ടപ്പോയത്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത് നുണയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ആളുകളെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട്, ഈ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ കുറേ ബുക്കുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഒരു സഹോദരൻ അയച്ചു തന്ന പരലോകം ഖുർആനിൽ എന്നുള്ള ഒരു ബുക്ക് അനീഷ് ജുബൈർ എന്ന് പറയുന്ന ഒരു സഹോദരനാണ് അയച്ചു തന്നത്. വായിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് നമുക്കൊരുപാട് പറയുവാനുണ്ട്. അതുപോലെ തന്നെ ഒരു സഹോദരൻ ഒരു 4-5 ബുക്കുകൾ അയച്ചു തന്നിട്ടുണ്ട്. കയ്യിൽ കിട്ടിയിട്ട് 2 ദിവസം, കുറച്ച് ദിവസമായി. ഇതിൽ 4 ബുക്കുണ്ട്. KP ഹംസ മൗലവി ഫാദിൽ ബാക്കവി, ആൾ ബാക്കവിയാണ്, ഹംസ ബാക്കവിയാണ്. അദ്ദേഹത്തിൻ്റെ നല്ല ബുക്കുകളാണ്. ദൈവം സത്യവും സങ്കല്പവും എന്നുള്ള ഒരു ബുക്കുണ്ട്. അതുപോലെ തന്നെ ദൈവദർശനം എന്നുള്ള ഒരു ബുക്കുണ്ട്. അതുപോലെ യാത്രക്കാരുടെ നമസ്കാരം. ഇത് നമ്മളൊന്ന് ശരിക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട്. ഹലാൽ ഭക്ഷണം, ഇതും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് റംസാൻ്റെ ഭാഗമായിക്കൊണ്ടുമൊക്കെ നമുക്കിത് ചെയ്യണം എന്നുള്ള ഉദ്ദേശമാണുള്ളത്. KPM ഹംസ മൗലവി ഫാദിൽ ബാക്കവി, കൊല്ലംകുടി ഹൗസ്, മുടിക്കൽ PO, പെരുമ്പാവൂർ, എറണാകുളം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഉള്ളത്. ഇതിൽ ഈ ദൈവം സത്യവും സങ്കല്പവും എന്നുള്ള നമുക്ക് ഈ ഒരു വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ വചനങ്ങൾ, മലാലത്തുൽ ഇസ്ലാമിയ ഇമാം അഷ്അരി പറഞ്ഞത്, തൗഹീദ് ഇമാം മാതുരിദി, ഈ വിഷയത്തിലൊക്കെ അഷ്അരി ത്വരീഖത്തിനെ കുറിച്ചും മാതുരിദി ത്വരീഖത്തിനെ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാത്ത ആളുകൾക്കൊക്കെ ഉതകുന്ന. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ബുക്കുകൾ ഇപ്പോൾ റണ്ണിങ്ങിൽ 2 ബുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബുക്കിനെ കുറിച്ച് പറഞ്ഞത്, ഇതിനിടയ്ക്ക് നമുക്കൊരു ബുക്കിനെ കുറിച്ച് പരിചയപ്പെടുത്താനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ബുക്കുകളെ കുറിച്ച് പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന പേരിൽ ഒരു ബുക്ക്, ഇത് അഹ്ലുസുന്ന ബുക്ക് പുറത്തിറക്കിയതാണ്. അവിടെ നിന്ന് അവർ ഇത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റാണ് അയച്ചു തന്നത്, വാട്സപ്പിൽ അയച്ചു തന്നതാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്.
അള്ളാഹുവിനെ കണക്കാക്കാൻ കഴിയാത്തത്ര നാമങ്ങളുണ്ട്. അവയിൽ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പ്രതിപാദിച്ചതും പ്രാമാണികരായ പണ്ഡിതന്മാർ സ്ഥിരീകരിച്ചതുമായ നാമങ്ങളാണ് ഇതിൽ വിശദീകരിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ പൊരുൾ, അർത്ഥവ്യാപ്തി, ആശയഗാംഭീര്യം തുടങ്ങി ഈ വിഷയകമായി ഇത്ര ആഴത്തിലുള്ള ഒരു പഠനം മലയാളത്തിൽ വേറെയില്ല. അള്ളാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാനും ചെയ്യുന്ന ഇബാദത്തുകൾക്ക് അതിൻ്റെ ഗൗരവവും ഗാംഭീര്യവും ലഭിക്കാനും ഈ കൃതി നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള എന്ന ആള് എഴുതിയതാണ്. അതോടൊപ്പം തന്നെ 528 പേജുള്ള വലിയ ബുക്കാണ്. ഹാർഡ് ബോർഡ് ബൈൻഡിങ് ആണ്. അതിൻ്റെ ചട്ടയൊക്കെ ഹാർഡ് ബോർഡിലുള്ളതാണ്. വില 500 രൂപയാണ്. ഇപ്പോൾ 420 രൂപ നൽകിയാൽ മതി. കൂടാതെ 5 കോപ്പി ഒന്നിച്ചെടുക്കുന്നവർക്ക് ഒരെണ്ണം സൗജന്യമുണ്ട്. അതുപോലെ കൂടെ 2025 ഇസ്ലാമിക് കലണ്ടർ സൗജന്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അയച്ച ബുക്കിലൊക്കെ ചെറിയൊരു കലണ്ടർ വെച്ചിട്ടുണ്ടായിരുന്നു. കൊറിയർ ചാർജ് 50 രൂപ കൂടി ചേർത്ത് 9947 19 20 18 നിങ്ങൾക്ക് ആ നമ്പർ കാണാൻ കഴിയും. എന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് രജിസ്റ്റേർഡ് പോസ്റ്റൽ വഴി പുസ്തകം കയ്യിലെത്തുന്നു ഇൻഷാ അല്ലാഹ്. കൂടുതൽ പുസ്തകങ്ങളും ഇസ്ലാമിക് പ്രൊഡക്റ്റുകളും തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ അഹ്ലുസുന്നയുമായിട്ട് ബന്ധപ്പെടുക. ആ ബുക്ക് നിങ്ങളുടെ അഡ്രസ്സിൽ എത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഞാൻ ഈ ബുക്ക് ഓർഡർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബുക്ക് വന്നതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് സംബന്ധമായിട്ട് അതിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. റമദാനൊക്കെയാണ് വരുന്നത്. അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് തൗഹീദ് മനസ്സിലാക്കുവാൻ, തൗഹീദ് അത് അടിയുറച്ചതാക്കുവാനൊക്കെ അസ്മാഉൽ ഹുസ്നയും അതിൻ്റെ വ്യാഖ്യാനവും പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ള ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആവശ്യക്കാർ വാങ്ങുക എന്നത് അറിയിക്കുന്നുണ്ട്. ബുക്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ബുക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഹ്ലുസുന്നയുടെ ആ ഒരു ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അവരുടെ കൈകളിലുള്ള ബുക്കുകളാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു തരും. ആ ചാർജിനൊപ്പം ഒരു 50 രൂപ കൊറിയർ ചാർജ് കൂടി ഈടാക്കും. അപ്പം ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യമാണ് പറയുവാനുള്ളത്. മീന് ഇന്ന തിന്നോളി എന്ന് പറഞ്ഞു വരുന്ന പൊട്ടക്കഥയും കള്ളക്കഥയും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ മോശമാക്കാനാണ് ഈ മുസ്ലിയാക്കന്മാർ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുവാനായിരുന്നു ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.